കൈകൾ ഡ്രൈ ആവുന്നതും റഫ് ആകുന്നതും തടയാനും അതുപോലെ തന്നെ ടാനിങ് മൂലം കൈകൾക്ക് ഉണ്ടാകുന്ന ഇരുളിമ മാറാനൊക്കെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു മാസ്ക് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കോഫി പൗഡറും കോക്കോ പൗഡറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാസ്ക് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണ്. ഫസ്റ്റ് യൂസിൽ തന്നെ കൈകൾ നല്ല സ്മൂത്തും സോഫ്റ്റും ആകും. അപ്പോൾ എങ്ങനെയാണ് ഈ മാസ്ക് ഈസി ആയിട്ട് തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ഒരു മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് കാപ്പിപ്പൊടി, കൊക്കോ പൊടി, കറ്റാർവാഴ ജെല്ല്, തേന്, പഞ്ചസാര എന്നിവയാണ് ആവശ്യമുള്ളത്. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഒരു എക്സ്ഫോളിയേറ്റർ ആണ് കാപ്പിപ്പൊടി. സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിലെ ഇംപ്യൂരിറ്റീസ് മാറാനും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചർമ്മം നൽകാനും ഒക്കെ ഈ ഒരു കാപ്പിപ്പൊടി സഹായിക്കും. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അൺസ്വീറ്റേൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചർമ്മത്തിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനായിട്ട് കൊക്കോ പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ UV രശ്മികൾ മൂലം ചർമ്മത്തിനുണ്ടാകുന്ന പാടുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ പഞ്ചസാര സഹായിക്കും. ഈ ഒരു പൗഡർ വായു കയറാത്ത ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ഈ പൗഡർ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. അപ്പൊ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത് കൂടുതൽ അളവിൽ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പൗഡറിലേക്ക് നമുക്ക് കറ്റാർവാഴ ജെല്ലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഏകദേശം 1 സ്പൂൺ അളവിലുള്ള കറ്റാർവാഴ ജെല്ല് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൽ ആന്റി ബാക്ടീരിയലും ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി മായ ഗുണങ്ങളുണ്ട്. ചർമ്മം മോയിസ്ചറൈസ് ചെയ്യാനും അതുപോലെ പാടുകൾ മാറാനും ഒക്കെ ഇത് സഹായിക്കും. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/2 സ്പൂൺ തേനാണ്. തേൻ നല്ല രീതിയിൽ ചർമ്മത്തെ മോയിസ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ചർമ്മം നല്ല സ്മൂത്തും ഗ്ലോയിങ്ങും ആയിരിക്കാനും സഹായിക്കും. തേൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് ഇത് കിട്ടും. അപ്പൊ ഇവിടെ ഏകദേശം നല്ല ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്പം കറ്റാർവാഴ ജെല്ലും തേനും കുറയ്ക്കുക. ഏകദേശം ഒരു 1/2 സ്പൂൺ കറ്റാർവാഴ ജെല്ലും ഒരു 1/4 സ്പൂൺ അളവിൽ തേനും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാസ്ക് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. റോസ് വാട്ടർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചർമ്മത്തിന്റെ ഇറിറ്റേഷനും റെഡ്നെസ്സും ഒക്കെ മാറാനായിട്ട് റോസ് വാട്ടർ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മാസ്ക് ഇവിടെ തയ്യാറാണ്. ഈ മാസ്ക് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കൈ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് കയ്യിൽ തന്നെ ഇരിക്കാനായിട്ട് വിടാം. അതിനുശേഷം കയ്യിൽ നിന്ന് ഇത് കഴുകി മാറ്റാം. ചെറിയൊരു ഡിഫറൻസ് 2 കൈയും തമ്മിലുണ്ട്. അപ്ലൈ ചെയ്തിട്ടുള്ള കയ്യിൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് കൂടുതലാണ്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു മാസ്ക് നമ്മൾ ഒരാഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡെഡ് സെൽസും ഇംപ്യൂരിറ്റീസും ഒക്കെ മാറാനും അതുപോലെ തന്നെ സൺ ടാൻ മൂലമുള്ള പ്രശ്നങ്ങൾ മാറാനും ചർമ്മം നല്ല സോഫ്റ്റ് ആയിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഈ ഒരു മാസ്ക് നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൈ ബ്രൈറ്റ് ആക്കുകയും അതുപോലെ തന്നെ സ്മൂത്ത് ആക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.